പോസിറ്റീവ് എന്ന് പറയുമ്പോഴേക്ക് ദിയെ കാണാൻ നല്ല ഭംഗിയാണ്, സിനിമ നടിയെ പോലെ ഉണ്ട്. അത് പോസിറ്റീവാണ് അല്ല. കാരണം എനിക്ക് നാളെ ഈ വെഡിങ് വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഓർഗനൈസ് ചെയ്തത് കൊള്ളാം, എനിക്ക് പ്രൗഡായിട്ട് ഇങ്ങനെ ഒരുവൻ മുതലാളി ആ വൈബ് എനിക്ക് കിട്ടണം. കാരണം എനിക്ക് എപ്പോഴും ഞാൻ ബാക്ക് ചെയ്തിട്ട് ആൾക്കാര് കാണണം, ഞാൻ എങ്ങനെയാണ് വല്ലാതെ ചമ്മലാണെങ്കിൽ മൊത്തത്തെ സംസാരം മാത്രമല്ല നമ്മൾ രണ്ടുപേരും വരെ ഇതെന്ത് നോക്കുന്നത് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ. ടെക്നോളജി ഒരുപാട് വളർന്നു. ഹാപ്പി ഫ്രെയിംസ് ഇന്റർവ്യൂ മറ്റേ മേഡ് ഫോർ ഈച്ച് അതർ അങ്ങ് പൊളിക്കാൻ പോവാ. കറക്റ്റ്. காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டுகொண்டேன், உந்தன் கழுத்து வரை எந்தன் காதல் வந்து கண் விழி பிதுங்கி நின்றேன். മുറിച്ചോ നമ്മുടെ കല്യാണം കഴിഞ്ഞേ. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു കപ്പിൾസ് ആണെങ്കിലും റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഡിസഗ്രിമെന്റ്സ്, കോൺഫ്ലിക്ട്സ് ഇതൊക്കെ എന്തായാലും വരും. നിങ്ങൾ എങ്ങനെ അത് സോൾവ് ചെയ്യാറ്? രണ്ടുപേരും ഞാൻ സോറി പറയും. അതാ നേരത്തെ പറഞ്ഞ എന്റെ തെറ്റാണെങ്കിലും ഞാൻ സോറി പറയാം. അങ്ങനെ നമ്മുടെ അടി ആയിട്ടുണ്ടെങ്കിൽ തന്നെ 99% ഓഫ് ദ ടൈം പുള്ളിക്കാരന് വിഷമമായിട്ട് അടിയാവുന്നതായിരിക്കും. ഞാൻ സോറി പറയും, കുറച്ചധികം സോറി പറയും, പിന്നെ അത് ഓക്കെ ആവും. പിന്നെ ഹീ ബി ലൈക്ക് ഐ ആം ഓൾസോ സോറി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ഭാഗത്ത് തെറ്റ്, ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റിയാക്ട് ചെയ്യായിരുന്നു എന്ന് വന്ന് എല്ലാം അറിയാം കേട്ടോ, എല്ലാം അറിയാം. പക്ഷെ അടുത്ത പ്രാവശ്യം അടിയാക്കുമ്പോൾ അത് തന്നെ ചെയ്യും. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പുള്ളിക്കാരൻ കുറച്ചുകൂടെ പാടാണ്. എനിക്ക് കുറച്ചുകൂടെ പറ്റും. ഞാൻ കുറച്ചുകൂടെ പെട്ടെന്ന് വിടും. കാരണം എനിക്കിങ്ങനെ മനസ്സിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ വിഷയം മാറ്റാൻ വേണ്ടി എന്തെങ്കിലും നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ പ്രേമിച്ച് എടുത്ത് വെച്ചിരുന്ന ഫോട്ടോസൊക്കെ ചുമ്മാ അയച്ചു വിടും സ്നാപ്ചാറ്റിൽ. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ എന്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്, നമുക്ക് ഇതുപോലെ ഇപ്പം ഇരുന്നൂടെ, അടി ഉണ്ടാക്കണോ, ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഇയാൾ അതൊക്കെ മറ്റേ ലൈക്ക് അടിച്ചൊക്കെ വിടും. ഒന്നും തരൂല, ലൈക്ക് അടിച്ചൊക്കെ വിടും. ഞാൻ മറ്റേ അങ്ങനെ ഞാൻ കഴിച്ചും അടിയായപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടു, ഇവന്റെ കൂടെ ഒരു ഫോട്ടോ ഇട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് പാട്ടൊക്കെ ഇട്ട് സ്റ്റോറി കിട്ടും. മിണ്ടാതെ ഒന്ന് റീഷെയർ ചെയ്തിട്ട് ഇറങ്ങി പോയി, ഉത്തരം പോലും തന്നില്ല. ഞാൻ മറ്റേ അയ്യോ എന്നെ വീണ്ടും മൈൻഡ് ചെയ്തില്ല, ഞാൻ എന്തിനാ സ്റ്റോറി ഇട്ടേ, അങ്ങനെയൊക്കെ ആയിപ്പോയത് കണ്ടിട്ട്. അശ്വിൻ, ദിയ എന്നുള്ള ഒരു ബിസിനസ് വുമൺ എങ്ങനെയാണ്? ഒരു രക്ഷയില്ലാത്ത ആളാണ്. ഞാൻ എന്താ പറയാ, അയ്യോ അത് ഇത്ര ഹാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അത് ഓരോരോ ഹാൻഡിൽ ചെയ്യണത് അത് ഭയങ്കര പാടാണ്. നമ്മളിപ്പോൾ ഒരു ഫ്രം സ്ക്രാച്ച് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഐഡിയ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഏതാ ഈ ജ്വല്ലറി ബിസിനസ് ആക്ച്വലി നമുക്ക് ഇങ്ങനെ തുടങ്ങാമെന്ന്. അത് കഴിഞ്ഞിട്ട് ഓരോരോ ആൾക്കാരെ ഇങ്ങനെ കോണ്ടാക്ട്സ് എന്താ നമുക്ക് വേണമല്ലോ. അപ്പം ഇങ്ങനെ തപ്പി പിടിച്ച് പോയി ഇപ്പം ഇതുവരെ എത്തിയിരിക്കുകയാണ്. അത് റിമാർക്കബിളാണ്. അത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ്. ഇത്ര ആർക്കും ഒന്നല്ല, നമുക്ക് എന്താ പറയുക, അതൊരു ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ സ്മൂത്ത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ നൈസാണ്. അത് എൻ്റെ അമ്മേനെ ഒരു വലിയൊരു ബിസിനസ് വുമൺ ആക്കി ഒരാളാണ് ദിയ. അപ്പം ഇംപ്രസീവാണ്. അത് എന്താ പറയുക, ഇനിയും ഉയരങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നോക്കാം, എല്ലാം നല്ലപോലെ നടക്കട്ടെ. ഒരു ഇപ്പൊ രണ്ടുപേരും ഒരു പോസിറ്റീവ് ആൻഡ് ഒരു നെഗറ്റീവ് പറയാമോ? നിങ്ങൾ രണ്ടുപേരുടെ ജഡ്ജ്മെന്റ്. ഫസ്റ്റ് ദിയ പറ. അശ്വിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് സത്യം പറഞ്ഞാൽ ഇത്രയും മനസമാധാനത്തോടെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടില്ല ഇതിനു മുന്നേ. എൻ്റെ ലൈഫിൽ എല്ലാം നമ്മളിപ്പോൾ ആരും കണ്ണു വെക്കല്ലേ കേട്ടോ, സീസായിട്ട് ഞാൻ പറയണം കേട്ടോ. അതെ, ആരും കണ്ണു വെക്കല്ലേ, അതെ ആരും കണ്ണു വെക്കല്ലേ എന്ന് വെച്ചാൽ എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഇത്രയും സ്റ്റേബിളായിട്ട് ഒരു 2 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇത്രയും സ്റ്റേബിളായിട്ട് വലിയൊരു വീഴ്ചയൊന്നും ഇല്ലാതെ എൻ്റെ ലൈഫ് ഇപ്പോഴാണൊന്ന് സ്റ്റേബിളായത്. അതിൻ്റെ മെയിൻ റീസൺ ഇസ് ഹിം. എനിക്ക് കാരണം പണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്കൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ എന്നെ പറ്റിക്കുന്നുണ്ടായിരിക്കും അയാളിപ്പോൾ വേറെ ആരുടെയും കൂടെ ആയിരിക്കും. ഇങ്ങനെ ചില തോട്ട്സ്. ഞാൻ ഏത് റിലേഷൻഷിപ്പിലായിട്ടുണ്ട് എല്ലായിടത്തും പ്രശ്നം, സമാധാനം എനിക്കില്ല, എൻ്റെ വെയിറ്റ് പോകുന്നു എല്ലാം. പുള്ളിക്കാരൻ്റെ കൂടെ വന്നതിന് ശേഷം the most comfort era of my life എന്ന് വേണമെങ്കിൽ പറയാം. the most comfortable phase of my life ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ആൻഡ് ആഫ്റ്റർ മീറ്റിംഗ് ഹിം ഐ ഗോട്ട് ടു നോ ആൾക്കാർക്ക് ലോയലായിട്ടിരിക്കാനൊക്കെ പറ്റുമല്ലേ, അത് പറ്റാഞ്ഞിട്ടല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ അതില്. അതെനിക്ക് ഇയാളെ കണ്ടതിന് ശേഷം മനസ്സിലായത്. ബിക്കോസ് ഫോർ ഹിം staying loyal is like one piece of cake. എന്താ
നിന്നെ പോലൊരു പെണ്ണിന്റെ കൂടെ ലോയലായിട്ടിരുന്നെങ്കിൽ പിന്നെ ആരുടെ കൂടെ ലോയലായിട്ടിരിക്കും? ഇങ്ങനെയാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. നീ എനിക്ക് എല്ലാം തരുന്നു, നിന്റെ കൂടെ ലോയലായിട്ടിരുന്നെങ്കിൽ പിന്നെ ഞാൻ പൊട്ടനല്ലേ, പൊട്ടനാണ് ഞാൻ, ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു എൻ്റെ ലൈഫിലെ മോസ്റ്റ് കംഫർട്ട് എറ ഇവൻ വന്നതിന് ശേഷമാണ് വന്നത്. ദാറ്റ്സ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഒരു എൻ്റെ ബ്ലെസ്സിങ് ആണ് ഇയാൾ. അത് ഇവൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. എൻ്റെ ബിസിനസ് ആയാലും ഇവ ഇത്രയും പറഞ്ഞു, എൻ്റെ ബിസിനസ് തകർന്നു വരുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ്. എൻ്റെ ടെക്നിക്കൽ സൈഡ്, കാരണം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, കമ്പ്യൂട്ടറിനൊക്കെ എനിക്ക് 10th പഠിച്ചപ്പോൾ 80ൽ എൻ്റെ മാർക്ക് ഹാഫായിരുന്നു. ഹാഫ് എനിക്ക് തന്നത് ടീച്ചർ വിളിച്ചു പറഞ്ഞു, പേരും റോൾ നമ്പറും കറക്റ്റായിട്ട് എഴുതിക്കൊണ്ടാണ് തന്നതെന്ന് പറഞ്ഞു. ഞാൻ എക്സാജറേറ്റ് ചെയ്യില്ല, ടീച്ചർ എനിക്ക് ഇപ്പോഴും അറിയാം, ബീന എന്നാണ് ടീച്ചറിൻ്റെ പേര്. ടീച്ചർ എന്നെ കാണുമ്പോൾ ഇപ്പോഴും ചിരിക്കും, ടീച്ചർ ചിരിയാന്ന് പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ. കാരണം കമ്പ്യൂട്ടർ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കമ്പ്യൂട്ടർ മാത്സ് എനിക്ക് ലിറ്ററലി താഴെ സമയം പറഞ്ഞ ആ കുട്ടിയെ പോലെ ബോർഡിൽ ഇങ്ങനെ എഴുതുമ്പോൾ എല്ലാം ഇങ്ങനെയൊക്കെ ആവുന്ന പോലെ എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അത് നെവർ അണ്ടർസ്റ്റുഡ് മാത്സ് ആൻഡ് ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, നെവർ. ഇത്ര പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇയാൾക്ക് മാത്സിലായിരുന്നു ഏറ്റവും മാർക്ക്, മാത്സ് കമ്പ്യൂട്ടറാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ടെക്നിക്കൽ പരമായിട്ട് ഒരാൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കാൻ പറ്റും, എന്നെ ടെക്നിക്കലി എന്നെ പറ്റിക്കാൻ പറ്റും. അത് ഇവൻ വന്നതിന് ശേഷം എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കണക്കായാലും വെബ്സൈറ്റിലായാലും എല്ലാം കയറി കൃത്യമായി നോക്കിയിട്ട് ഇന്ന് ഇത്ര റവന്യൂ വന്നു, നാളെ നമുക്ക് എത്ര ആക്കാം, നീ റീൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക. അത് അപ്പോൾ നമുക്ക് കുറേ സ്ട്രാറ്റജീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബിക്കോസ് ഓഫ് ഹിം മൈ ബിസിനസ് ഫ്ലറിഷ്ഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈഫ് സ്റ്റേബിൾ എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ. പിന്നെ ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ്, ആകെ ഇതിനുള്ള നെഗറ്റീവ് ഡ്രോബാക്ക് ഞാൻ പറഞ്ഞില്ല, അത് നാഗവല്ലിയാവും. ഫുഡ് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ വാക്കില്ലാതെ ഓർക്കാതെ എന്തെങ്കിലും പറഞ്ഞാലോ പെട്ടെന്ന് നാഗവല്ലിയായി മാറും. അത് പക്ഷെ ഈ നാഗവല്ലി അമ്മ തമിഴിലാണോ ചീത്ത വിളിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ആ തമിഴ് പറയും, ഇടയ്ക്ക് ഇങ്ങനെ പറയും, ലൈക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ പോകും, എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പിയൊക്കെ പറയും. എന്തെങ്കിലും പറയും, ലൈക്ക് എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാം, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി കളയും. അല്ലാതെ വേറെ ദേഷ്യമൊന്നും പറഞ്ഞുകൊണ്ട് വല്ല പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പോകാറില്ല ഭാഗ്യത്തിന്, അത്രയും ചെയ്യാറില്ല. ദേഷ്യം ഒന്നും പറഞ്ഞിട്ട് കൂടിപ്പോയാൽ ലാപ്ടോപ്പിന് മുമ്പ് ഇരുന്ന് അഗ്രസീവായിട്ട് വർക്ക് ചെയ്യും, ഇത്രയും ചെയ്യത്തുള്ളൂ, വേറൊന്നും ചെയ്യത്തില്ല. അത് എനിക്കറിയാം. അങ്ങനെ അത് മാത്രമേ ഡ്രോബാക്ക് ആയിട്ടുള്ളൂ, വേറൊന്നും ഡ്രോബാക്ക് ഈ ചെറുക്കനില്ല. ഇറ്റ്സ് ലൈക്ക് 10 out of 10. ബാബു അങ്ങനെ പറയാൻ പറഞ്ഞത് ഇനി പറ, ഞാൻ എന്റെ കേക്കട്ടെ. അശ്വിനെ എനിക്ക് ബാബു ബാബു വിളിക്കാം എല്ലാരും കൂടെ. ബാബുകാരി ചൊല്ലു. പോസിറ്റീവ് എന്ന് പറയുമ്പോഴേക്ക് ദിയെ കാണാൻ നല്ല ഭംഗിയാണ്, സിനിമ നടിയെ പോലെ ഉണ്ട്, അത് പോസിറ്റീവാണ്. അല്ല എല്ലാ രീതിയിലും അങ്ങനെയല്ല, എന്നെ ആരും ഇത്രയും എന്താ ഒരു സ്പെഷ്യലായിട്ട് കണ്ടിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സ്പെഷ്യലായിട്ട് ഇത്രയും ആരും സ്നേഹിച്ചിട്ടില്ല. പിന്നെ ആ Q&A ഇപ്പം നമ്മളിന്ന് ഇട്ട വ്ളോഗിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞപ്പം അശ്വിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് പറയാത്തതെന്ന്. എല്ലാ അമ്മമാരും ഇഷ്ടത്തോടെ ഒരു ബ്ലഡ് റിലേഷനിൽ ആക്ച്വലി വരുന്നതാണ് നമ്മുടെ ഇപ്പം റിലേറ്റീവ്. ഓക്കെ, അത് കാണും, പക്ഷേ അമ്മേനെ ഇഷ്ടമാണോ എന്ന് എടുത്ത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, അത് നമ്മുടെ ഇതിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ എവിടെയോ കിടന്ന് 2 ആൾക്കാർ നമ്മൾ എന്താണ് കണ്ണു മുന്നിട്ട് അവർ നമുക്കൊരു സ്നേഹം തരുന്നില്ലേ, ഒരു ലൈഫ് പാർട്ട്ണർ. ഒരു വൈഫിലൊരു അമ്മയുണ്ട് ആക്ച്വലി നോക്കുവാണെങ്കിൽ, അതാണ് കണ്ണമ്മ. കണ്ണും അമ്മയും രണ്ടും ഉണ്ട്. അതാണ് ഒരു നമ്മൾ എന്താ പറയാ, ഒരു വൈഫിന്റെ ഒരു ക്വാളിറ്റി സത്യം പറഞ്ഞാൽ അത് തന്നെയാണ്. എന്നെ ഇത്രയും എന്താ പറയുക, ചിലപ്പോൾ ഇതിന്റെ ഇന്റർവ്യൂ അടി ചോദിക്കാൻ ചാൻസ് ആണ് പറഞ്ഞത്, ഓ അമ്മയെ പോലെ ഇരിക്കണോ ഭാര്യ, അമ്മയെ പോലെ എല്ലാം ചെയ്തു തരണോ, അങ്ങനെ നോക്കരുത് ഭാര്യയിൽ. വാട്ട് ഹി മെന്റ് ഇസ്, ഒരു അമ്മ കൊടുക്കുന്ന ഒരു കെയർ ഒരു വൈഫിനെ കൊണ്ട് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ ആ ഹസ്ബൻഡ് വൈഫിനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അത് വേറെ കാര്യം. അതേപോലെ ആ പെണ്ണിന്റെ അച്ഛനോ അമ്മയോ കൊടുക്കുന്ന കെയർ ഈ ഹസ്ബൻഡ് തന്നില്ലെങ്കിലല്ലോ ശരിയാവൂല, റിലേഷൻഷിപ്പ് പോകത്തില്ല മര്യാദയ്ക്ക് മുന്നോട്ട്. ഇയാൾ എന്നെ അങ്ങനെ കെയർ ചെയ്യുന്നത്, എൻ്റെ അച്ഛനും അമ്മയും എന്നെ നോക്കുന്ന പോലെ എനിക്ക് ആ കംഫോർട്ട് തരാൻ പറ്റും. ഇപ്പം ഞാൻ ഉറങ്ങട്ടെ, അവ കോഫി ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാം, റൂമിൽ കൊണ്ട് കൊടുക്കാം, അങ്ങനെ എത്ര പേര് വിചാരിക്കത്തില്ല. അവള് കിടക്കട്ടെ, വേണമെങ്കിൽ എടുത്ത് കുടിക്കട്ടെന്നല്ല എത്ര പേര് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരല്ല. ഓഫ്കോഴ്സ് there are a lot of people who do this for their wife. അതുകൊണ്ട് എനിക്ക് ഐ എം ലക്കി ദാറ്റ് അതിലൊരാളെ എനിക്ക് കിട്ടിയല്ലോ, ഐ എം ഹാപ്പി. അല്ലാതെ ഇവൾ എണീച്ച് വന്ന് എനിക്ക് കുക്ക് ചെയ്ത് തന്നിട്ട് വേണം ഞാൻ തിന്നാനെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരാളല്ല. ദിയക്ക് അവൾക്ക് രാവിലെ എണീച്ച് അവൾക്ക് എനിക്ക് ഇഷ്ടമല്ല, പിന്നെ അവൾ എങ്ങനെ എണീച്ച് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് പോലും അവനോട് പറഞ്ഞു, ദോശ ബാറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് എണീച്ച് എന്തെങ്കിലും ദോശയൊക്കെ ആക്കി തരാം കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ അത്രയ്ക്കും വൃത്തിയായിട്ട് വെച്ചല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ കൂടെ ഒന്ന് അടുക്കള ഇരിക്കണം എന്നേ ഉള്ളൂ, ഇരുന്നാൽ മതി ഞാൻ കുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നത് വെച്ചാൽ എടുത്തുചാട്ടവും മീൻസ് റഫായിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ. ഇഫ് ഹീസ് നോട്ട് വിത്ത് മീ, ഞാൻ എടുത്തുകളി റോങ് ഡിസിഷൻ എടുത്തുകളി. ചില സമയത്ത് എന്റെ മൈൻഡ് വേറെ എന്തെങ്കിലും ആണ് ഞാൻ എടുത്തുകളി. ഇപ്പൊ ഇയാൾ കൂടെ ഉണ്ടെങ്കിൽ ഹിൽ സ്റ്റോപ്പ് മീ ഫ്രം ദ റോങ് ഡിസിഷൻ. ഇയാൾ കൂടെ ഇല്ലെങ്കിൽ ഐ ടേക്ക് റോങ് ഡിസിഷൻ. ചില സമയത്ത് വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന പോലും ഇയാൾ ചില സമയത്ത് എന്റെ ഇങ്ങനെ പറയും, അവര് പൊയ്ക്കോട്ടെ, നമുക്ക് ഓവർടേക്ക് ചെയ്യണ്ട, പയ്യെ പോയാൽ മതി. ഞാൻ അങ്ങനെ ചെന്ന് ഓവർടേക്ക് ചെയ്ത് KSRTC ബസ്സായിട്ട് വരെ ഇടി ഉണ്ടാക്കി, ഇന്നോവയുടെ ബാക്ക്
ഒരു ഏരിയ മൊത്തം അടിച്ച് തെറിച്ച് സീനായിട്ടുണ്ട്. അത് അപ്പത്തെ ആ ഒരു ഇതിന്റെ എനിക്ക് ഭയങ്കര ഈഗോ ആണ് അത്. എനിക്ക് ഈഗോ പോലെ ആ KSRTC ബസ് ഡ്രൈവറിന് ഈഗോ ആയിരുന്നു. അയാൾ നോക്കിയപ്പോൾ ഇന്നോവ പോലത്തെ വലിയ കാറിൽ ഒരുത്തി ഇതാണ്ട സ്പീഡിൽ എന്നെ ഓവർടേക്ക് ചെയ്യാൻ വരുന്നു. അയാൾ വണ്ടി എടുത്ത് ഇങ്ങോട്ടാക്കി തന്നു. ഞാൻ ഇങ്ങനെ വന്നതും അയാൾ ബസ്സാക്കി തന്നു. അപ്പോൾ ഇന്നോയുടെ ബാക്കിൽ കയറിയ ബസ്സിന്റെ ഫ്രണ്ട് ഇടിച്ചു. പിന്നെ 2 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് ആവശ്യത്തിലധികം സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്. രണ്ടാമത്തത് അത് ഇന്നോവയായിരുന്നു. വേറെ വല്ല കാറായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ കറങ്ങി ഞാൻ ഇവന് റോട്ടിൽ കിടന്നേനെ. അത് വേറെ കാര്യം. പിന്നെ ഭാഗ്യവശാൽ അന്ന് എനിക്ക് എൻ്റെ കൈയൊന്നും പാടിയില്ല, പതറിയില്ല. ഇന്നോവ ഞാൻ ഇങ്ങനെ ആയ കാറിനെ ഇങ്ങനെ ആക്കി സ്റ്റഡി ആക്കി കൊണ്ട് സ്ഥലത്ത് കൊണ്ട് ഒതുക്കി ബ്രേക്ക് ഔട്ടി നിർത്തി. അതുകൊണ്ട് 2 പേർക്കും ഒന്നും പറ്റിയില്ല. ഇവൻ നോക്കിയപ്പോൾ ഇവന്റെ സൈഡിലാണ് ആ ബസ് ഇടിച്ച്. ഇവൻ ബാക്കിൽ ഇടിച്ച ഭാഗ്യം ഫ്രണ്ടിലായിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ല ഈ ലോകത്ത്. ഞാൻ അത് അങ്ങനെ വണ്ടിയുടെ സ്പീഡിൽ പോകണമെന്നുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമേ അല്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് ആൾക്കാര്. പക്ഷെ എമർജൻസിക്ക് ഞാൻ എത്തിക്കൂലേ ആൾക്കാരെ? എത്തിക്കും. ഞാൻ ഓൺ ടൈമിൽ എത്തിക്കും ആൾക്കാരെ. പറഞ്ഞ സമയത്ത് ഞാൻ കൊണ്ടെത്തിക്കും വണ്ടി. പഞ്ചല്ല കൊണ്ടെത്തി ഇറങ്ങും ഇങ്ങനെ ഞാൻ പറഞ്ഞോളെ. നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ഒരു മൈൻഡ് ക്ലിയർ അല്ലെങ്കിൽ വണ്ടി എടുക്കരുത്, വണ്ടി ഓട്ടിക്കില്ല. മീൻസ് നമുക്ക് എപ്പോഴാണ് ഓരോരോ സമയം ഉണ്ടെന്ന് നമുക്ക് വേണ്ട, അതൊന്നും വേണ്ട. മീൻസ് എത്രയോ ഇനിയും കുറെ കാണാനില്ലേ ലോകത്ത്. അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ മരിക്കല്ലേ, പിന്നെ അതുപോലെ തന്നെയാണ് ഈ കുറെ പേര് ഇങ്ങനെ റീസെന്റ് ആയിട്ട് തന്നെ ഡാമിലൊക്കെ പോയി കുളിക്കാൻ ഇങ്ങനെ രീതിയിൽ. ദയവ് ചെയ്ത് അത് പോവരുത്. അങ്ങനെയൊക്കെ നമുക്ക് സേഫ്റ്റി ആണ്. നമുക്ക് എല്ലാം നമുക്ക് ദൂരെ നിന്ന് അതുകൊണ്ട് ഈ വെള്ളവും എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഇന്നേരം എനിക്ക് സ്വിമ്മിങ്. ഞാൻ എവിടെ പൂളിൽ ഇറങ്ങിയാലും നീന്താൻ പഠിപ്പിക്കും. ഞാൻ ഇങ്ങനെ ഇവരുടെ ഫ്ലോട്ട് ചെയ്ത് കിടന്നിട്ട് ഞാൻ ഇങ്ങനെ ഇവന്റെ കൈ പിടിച്ച് കൊച്ചു പിള്ളേരെ പഠിപ്പിക്കില്ല. ഞാൻ ഏത് പൂളിൽ ഇറങ്ങിയാലും ഞാൻ ഇവനെ പഠിപ്പിക്കാൻ പോകും. പൂൾ ഓക്കെ, പക്ഷെ ബാക്കി എല്ലാം ഇത് ഒരുപോലെ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് വേണം. സോ സേഫ് ആയിട്ട് ഫസ്റ്റ് സേഫ്റ്റിയാണ് ഇമ്പോർട്ടന്റ്. ക്യൂബയ്ക്ക് പോലും ഇവൻ ചാടിയത് ഞാൻ കൂടെ ഉണ്ടായിരുന്നോ. അവൾക്ക് നീന്താൻ അറിയാം, അവളെ എന്നെ രക്ഷപ്പെടുത്തിക്കോളും, കുഴപ്പമില്ല. അതെ, ആ ധൈര്യത്തിലാണ് ഇവൻ ചാടിയത്. എടുത്തു ചാട്ടോ, പിന്നെ പൈസ സേവ്. അത് ശരിയാക്കണം. അല്ല, പക്ഷെ ഈയിടെയായിട്ട് ഞാൻ അങ്ങനെ വലുതായിട്ടില്ല. വെഡിങ്ങിന് വേണ്ടി ഞാൻ സേവ് ചെയ്തിട്ട് വെഡിങ്ങിന് ഞാൻ കുറെ സേവിങ് നടത്തുന്നുണ്ട്. അതെ, 90% ഓൺ മണി. ബാക്കി എന്തെങ്കിലും എന്നെ കൊണ്ട് താങ്ങില്ലെങ്കിൽ ഐ ഡെഫിനറ്റ്ലി ആസ്ക് മൈ പേരന്റ്സ്, ദേ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് മീ. കാരണം എനിക്ക് അത് അവര് ചെയ്യത്തില്ലെന്നല്ല, എനിക്കത് ആരും ചെയ്യരുത്. എനിക്ക് ആരോടും ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് നാളെ ഒരു ഈ വെഡിങ് വീഡിയോ ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ ഓർഗനൈസ് ചെയ്ത് അത് കൊള്ളാം, എനിക്കിത് പ്രൗഡായിട്ട് ഇങ്ങനെ ഒരുവൻ മുതലാളി ആ വൈബ് എനിക്ക് കിട്ടണം. കാരണം ഞാൻ ആരെ ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് ആർക്ക് പൈസ ചോദിക്കുന്നത് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഗതികേട് വന്നാലേ ഞാൻ ചോദിക്കത്തുള്ളൂ. മണി സെൻസിറ്റീവ് ആണ് ഭയങ്കരമായിട്ട്. അതായത് കൂടുതലുണ്ടായാലും പ്രശ്നം തന്നെയാണ്, പക്ഷെ അത് ഇല്ലെങ്കിലും ഭയങ്കര വിഷമമായിരിക്കും. സോ അത് നോക്കി ബാലൻസ്. അതാണ് ഈ പാവം പിടിച്ച മനുഷ്യൻ എപ്പോഴാ ദിയ ഭയങ്കര റേസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അതിനടുത്ത്. ബെസ്റ്റ്. എനിക്ക് ഇങ്ങനെ തൂക്കി തറലടിക്കാൻ തോന്നുന്നുണ്ട് ചില സമയത്ത്. ഒരു കടലുണ്ടായിരുന്നു ഞാൻ കൊണ്ട് താത്തിയേനെ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. ഇവൻ ഈ കാണുന്ന ഇതല്ലാതെ ഈ ഹാസ് എ ഡിഫറെന്റ് ഫേസ്. ദേഷ്യം വന്നാൽ ഭയങ്കര ഡിഫറെന്റ് ഫേസ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടല്ലോ പുച്ഛിക്കും, ഇങ്ങനെ കാണിച്ചു കളയാം. അപ്പൊ ഞാൻ പറയും, എന്തിനാണോ പുച്ഛിച്ചെന്തിനാ എന്നെ ഇപ്പൊ എന്തിനാ പുച്ഛിച്ചേ? ഞാൻ അങ്ങനെ വെച്ച് അടി ഉണ്ടാക്കാറ്. ഞാൻ പിടിച്ച് 2 അടിയും കൊട്ടുമൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. എനിക്ക് ദേഷ്യം വരും. ഞാൻ മറ്റേ അമ്മമാര് പിള്ളേരെ പിടിച്ചിട്ട് കൂട്ടണ പോലെ ഞാൻ പിടിച്ചെടുത്തു. ഞാൻ അടിക്കുമ്പോൾ ചിരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഇച്ചിരി ഇട്ടിട്ടാവും. ഞാൻ പറയും, എന്തിനാണോ ചിരിക്കണേ? കരയടോ എന്തിനാണോ ചിരിക്കണേ? അങ്ങനെ ഞാൻ ചോദിക്കും. അങ്ങനെ വല്ലപ്പോഴും, അങ്ങനെ എപ്പോഴും അടി ഉണ്ടാക്കുന്ന ആളല്ല. വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഹിസ് മൂഡ് എൻഡ്സ് അപ്പ് ബീയിങ് റൂയിൻഡ്. അത് നല്ലപോലെ കാണിക്കും. ഞാൻ അങ്ങനെ അത് അടി ഉണ്ടായാല് 10 വർഷം മുന്നേ ഉണ്ടായ അടി വരെ ഇരുന്ന് പറയും അതിനകത്ത്, നീ അന്ന് അങ്ങനെ ചെയ്തത് മോശമായിപ്പോയി. അതെ, ഞാൻ പറഞ്ഞ അപ്പ ഉണ്ടാവുന്ന അപ്പ പറഞ്ഞു തീർക്കും. പിന്നീട് ഞാൻ അത് ഓർക്കത്തുപോലെ ഉറങ്ങിയടിക്കാൻ മറന്നു പോകും. അതാ കാര്യം. എനിക്ക് ഇഷ്ടമല്ല പഴയത് ഇങ്ങനെ എടുത്ത് പറയാൻ. എന്തിനു വെറുതെ ഞാൻ പറയാറില്ല. കാരണം എനിക്ക് തന്നെ എൻ്റെ ലൈഫിൽ തന്നെ 1000 തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് വിഷമമാവും. എൻ്റെ കാര്യം തന്നെ കേട്ടാൽ എനിക്ക് വിഷമമാവും. അങ്ങനെ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അങ്ങനെ ഇയാൾക്ക് ദേഷ്യം മനസ്സിന്റെ ബ്ലൂ മൂണേ വരും. പക്ഷെ വരുമ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദ വേർഡ്സ് വി യൂസ് ആൻഡ് പ്രിപ്പയർഡ്. ഓക്കെ, വന്നോ നമുക്ക് സംസാരിക്കാം. അങ്ങനെ. പക്ഷെ അല്ലാതെ ഹീ ഈസ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് ആൻഡ് റൊമാൻറ്റിക് പേഴ്സൺ ഐ ഹാവ് മെറ്റ് ഇൻ മൈ ലൈഫ്.
നമ്മുടെ ഒരു സിനിമയിൽ നിന്ന് ഇറങ്ങി വന്നൊരു ക്യാരക്ടറിനെ പോലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ വിജയ്, ധനുഷ്, രജനികാന്ത്, തമിഴ് സിനിമ ദിയ കാണുമല്ലേ? അവരൊക്കെ ഈ ഒരു നമ്മുടെ ഗൗതം വാസുദേവിന്റെ മൂവീസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ പണ്ട് വെച്ചിട്ടുണ്ട്, സംഭവം കൊള്ളാം, ഇതൊക്കെ റിയൽ ലൈഫിൽ ആര് ചെയ്യാനാണ്, കാലിൽ പിടിക്കാനും കാലിൽ ഉമ്മ വയ്ക്കാനൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം അത്രയും സ്വീറ്റ് ബോയ്സിനെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലാവും. അങ്ങനെ ആയി മെറ്റ് ഒരു സ്കൂട്ടറിൽ കയറിയാൽ പോലും ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല. ഞാൻ ബാക്കി ഇരിക്കുമ്പോൾ ഇവൻ ഫ്രണ്ടിൽ ഇരിക്കുമായിരിക്കും, ഇവൻ കൈ ബാക്കി കൊണ്ടുവന്ന് എന്റെ കാലിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ചെയ്യും. എപ്പോഴും ഞാൻ ബാക്ക് ചെയ്തിട്ട് ബാബു കാണോ, ഞാൻ എങ്ങനെയാണ് വല്ലാതെ ചമ്മലാണെങ്കിൽ മൊത്തത്തെ അങ്ങനെയുള്ള പിന്നെന്താണ്ടി വരുവായ അതിലെ തൃശ്ശയുടെ കാലിൽ കൊടുക്കൂലേ, അതൊക്കെ കണ്ടാണ് പഠിച്ചേക്കുന്നത്. എന്റെ മിററിൽ ഇടയ്ക്ക് ചീന നോക്കിയിട്ട് ഒരു ഗ്ലാമർ ഒന്നും എനിക്ക് തിരിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കാൻ തോന്നുന്നു. ഭയങ്കര സൂയിപ്പിക്കലാണ്. ഈ ടൈപ്പ് സൂയിപ്പിക്കൽ എനിക്ക് അതിന് ഇഷ്ടമാണ്. പൈങ്കിളി ഞാൻ എന്നെ കണ്ട ഭയങ്കര പൈങ്കിളിയാണ് ഞാൻ. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൈങ്കിളി സാധനം വരെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ അത് ഇവൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങനെ കാണിക്കത്തുള്ളൂ. വേറെ ആരെങ്കിലും പറഞ്ഞാൽ അയ്യേ അങ്ങനെ ആയിപ്പോകും. ഇവൻ പറയാത്ത എനിക്കത് ഭയങ്കര ഇതാണ്. ഓക്കെ, അപ്പൊ വെഡിങ്ങിന്റെ ഒരുപാട് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങള് ഫസ്റ്റ് നൈറ്റ് നെറ്റ്ഫ്ലിക്സിൽ പടം കാണും. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ പടം കാണും. അതെ, കുറച്ച് സാരിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു, ഓർണമെന്റ്സ് ഒക്കെ എല്ലാം ഡിസൈനർ സാധനങ്ങൾ. അതൊക്കെ അന്ന് ഓൺ ദ ഡേ ഓഫ് ദ വെഡിങ് when I reveal the pictures you can see all the pictures. അത് മതി. രീതി അതല്ലേ. സുന്ദരനായിട്ട് കല്യാണം കഴിക്കാൻ ഒതുക്കിയിരിക്കുകയാണ് അങ്ങോട്ട്. മതി ഫോട്ടോ നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ. സംസാരം മാത്രമല്ല. ഓക്കെ, അശ്വിൻ നന്നായി പാടുന്നറിയാം. ദിയെ നോക്കി ഒരു തമിഴ് പാട്ട് പാടും. ഞാൻ കേട്ടു അശ്വിൻ പാടുന്നത്. ഇനി പാട്ട് പാടി തന്നെ പറ്റും. അശ്വിൻ സോങ് എഴുതി വെച്ചേക്കാം, പാടിയിട്ട് പോയാ മതി. അതെ. അയ്യോ, എനിക്കിപ്പോ ഒന്നും വരുന്നില്ല. അയ്യോ, ഇത്രയും നേരം ഇരുന്നുള്ളതൊക്കെ വിളിച്ചു പറഞ്ഞു. ഓഫീസിലൊക്കെ ഇരിക്കുമ്പോ വെറുതെ എന്റെ കൂടെ ഇരുന്ന് അതാണ് കേട്ടോ, പെട്ടെന്ന് ഒരു വരി പാട്, ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഇഷ്ടമുള്ളൊരു പാട്ട് പാട്. ഇനി പാടിയില്ലെങ്കിൽ പാടടാ. പാടണല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള അങ്ങനെ വേണ്ട, ഇഷ്ടമുള്ളൊരു പാട്ട്. കണ്ണമ്മേ നോക്കി നോക്കൂ, എന്നിട്ട് ആ ഒരു പാട്ടങ്ങ് പാടൂ. എന്നെ കാണുമ്പോ തോന്നില്ലേ, പാട്. ദീച്ചിരി എക്സ്പ്രഷൻ ഇടണേ, പുച്ഛം കാണിക്കരുത്. ഞാൻ ഏതാ പാടുന്നത്? അത് ഇഷ്ടമുള്ള പാടാ. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോ ഞാൻ എന്തൊക്കെയാണ് പാടുന്നത്. എന്നെ വിളിക്കാൻ പാടുമല്ലോ, അത് നല്ല രസമായിട്ട് പാടും. അത് പാട്. ആണോ? വേറെ അത് പാട്, എന്നെ വിളി പാട്. എന്നവളെ അടി എന്നവളെ എന്തൻ இதயத்தை தொலைத்து விட்டேன் எந்த இடம் அது தொலைந்த இடம் இந்த விட்டேன் உந்தன் கால் கொலுசில் வந்து தொலைந்ததென்று எந்தன் காலடி தேடி நின்றேன் காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டேன் உந்தன் கழுத்து வரை எந்தன் காதல் வந்து கண் விழி பிதங்கி நின்றேன். ഇങ്ങനെയൊക്കെയാണ് എന്നെ ഇളക്കി വിട്ടത്. ലിറിക്സ് എല്ലാം പൊട്ടത്തിട്ടാണ്. നല്ല പോലെ പാടും. ഇങ്ങനെ പാടിയാണ് അവസാനം എന്നെ വീഴ്ത്തിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നത്, കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴോ കുളിക്കുമ്പോഴൊക്കെ ഞാൻ വിളിച്ചിട്ട് ഫോൺ സ്പീക്കർ ചെയ്ത് ഞാൻ പറയും, ഞാൻ കുളിച്ചോണ്ടിരിക്കാം, എന്തൊരു പാട്ട് പാടും. കുളിക്കുമ്പോ ഒരു പാട്ട് പാടും. അതിന് പാട്ട് പാടിത്തരുമായിരുന്നു. കുളിച്ചപ്പോ ഏത് പാട്ടാ പാടി കൊടുത്തത് അശ്വിൻ? ഞാൻ മറ്റേ ലക്സിന്റെ ഒക്കെ പരസ്യത്തിലുള്ള കരീന കപൂറിനെ പോലെയൊക്കെയാണ് ഞാൻ സോപ്പ് ഇടുന്നത്. ആലോചിക്കാൻ പോലും ആലോചിക്കണ്ട, അത് മോശല്ലേ, എല്ലാം ആലോചിക്കല്ലേ. എന്നാലും കുളിക്കണേന് കറക്റ്റ് പാട്ട് എന്ത് പാട്ട് പറഞ്ഞവര് ഞാൻ എപ്പോഴും ഒരു പാട്ട് പാടും, ഞാൻ ഒന്ന് കുളിക്കട്ടെ, പാട്ടൊക്കെ പാടിത്തരും, എല്ലാം പാടിത്തരും. നൈസ്, നന്നായിട്ട് പാടി കേട്ടോ. വെഡിങ്ങിന് അശ്വിനെ കൊണ്ട് പാടിക്കണേ ദിയ. എന്തെങ്കിലും ഒരു നമ്മുടെ സെറിമണിക്കകത്ത് ഇവൻ ഡെഫിനറ്റ്ലി പാടുന്നുണ്ട്. ഇവനും എന്റെ ചേട്ടൻ സൂപ്പറായിട്ട് പാടും. ചേട്ടനെയും പാടിപ്പിക്കുന്നുണ്ട്. എല്ലാരെയും കൊണ്ട് ഞാൻ പാടിപ്പിക്കും. അപ്പൊ നമുക്ക് ഒരു കുഞ്ഞു ഗെയിം കൂടെ കളിക്കാം. പ്രോപ്പർട്ടി ഞാൻ ഇവിടെ വന്നില്ല, നിങ്ങൾ
കൊറേ നാളായില്ലേ ബോർഡിലൊക്കെ എഴുതിയിട്ട്. ഓ അതെ അതെ, എനിക്ക് ഞാനും മറ്റേ നമ്മുടെ കൊറോണ ടൈമില് നമ്മുടെ പേരെഴുതി സൈൻ ചെയ്യാൻ പറയില്ലേ മോളിലൊക്കെ, പേന പിടിക്കാൻ വയ്യ, പേനയൊക്കെ പിടിച്ച് വർഷങ്ങളായിട്ട് കാലം കയറി. എന്താണ് സാധനം, എങ്ങനെ ഊരി എടുക്കും? ഊരി എടുത്തോ? ആ കിട്ടി. അശ്വിൻ നമ്മൾ രണ്ടുപേരും പറ്റേ ഇതെന്ത് കോപ്പ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ. ടെക്നോളജി ഒരുപാട് വളർന്നു. ടെക്നോളജി അതെ അതെ, നമ്മളൊന്നും ചെറുതായിരുന്നപ്പോ ഇങ്ങനെ ഇല്ല. ഗൈസ് അതിൽ റബ്ബർ ഉണ്ട്. ഇതാണ് എന്റെ വായിക്കുന്ന സാധനം. ഭയങ്കരം ഭയങ്കരം തന്നെ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. മായോന്ന് നോക്കിയതാണ്. മായോന്ന്. ഓക്കെ, ഗെയിം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷെ ദിയ എഴുതേണ്ടത് അശ്വിന്റെയും അശ്വിൻ എഴുതേണ്ടത് ദിയയുടെ ആയിരിക്കണം. ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ. ഷൂ സൈസ് മറ്റേ 40, 30 ആ കൈൻഡ് ഓഫ് സൈസ് ആണോ, മറ്റേ 6, 7? അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോ. നോക്കരുത്, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ്. കാണിച്ചു കൊടുക്കല്ലേട്ടാ, നോ കോപ്പി. ഇപ്പം കാണിക്കണ്ട. വേണ്ട വേണ്ട. ഓക്കെ, ലാസ്റ്റ് ടൈം ക്രൈഡ്. ലാസ്റ്റ് ടൈം കരഞ്ഞത്. കരഞ്ഞതോ? ആ, എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ചിലപ്പോ ഒരു കഴിഞ്ഞോ. ഫേവറേറ്റ് കളർ. നീ എക്സാമിന് പോലെ ഇങ്ങനെ ഞാൻ ഇത്രയും സിൻസിയർ ആയിട്ട് ഇത്ര നല്ല ഹാൻഡ് റൈറ്റിൽ ഞാൻ എക്സാമിന് കണ്ട. ഓക്കെ, സെലിബ്രിറ്റി ക്രഷ്. റെഡി? ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്തിങ്. ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്തിങ്, എപ്പോഴും യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് എന്തെങ്കിലും. ഫേവറേറ്റ് ജോണർ ഓഫ് മൂവി. ഞാൻ മൊത്തം അശ്വിന്റെ അല്ലേ എഴുതണ്ടേ? ആ, അശ്വിന്റെ അശ്വിന്റെ അല്ലല്ലോ എഴുതുന്നത്, ദിയയുടെ എഴുതുന്നത്. ഞാൻ എന്റെ തന്നെ എഴുതി വെച്ചത്. വൺ ഡ്രീം പ്ലേസ്. പോയിട്ടുള്ളതാണോ? പോകാൻ ഇഷ്ടമുള്ള. പ്രേമത്തിൽ ചോദിക്കില്ലേ, സ്റ്റെപ്പ് ഒന്ന് മാറ്റി, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി. എല്ലായിടത്തും പോയിട്ടുണ്ട്, അതല്ലേ പ്രശ്നം. ഓക്കെ, റെഡി? ഫേവറേറ്റ് OTT പ്ലാറ്റ്ഫോം. OTT തന്നെ എടുത്ത് പറയാം. OTT തന്നെ വേണമെന്നുണ്ടോ, സിനിമ കാണുന്ന എന്ത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും പറയാവോ? ആ ഓക്കെ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ അങ്ങനെ വലുതായിട്ട് OTT കാണത്തില്ല. നിന്റെ അല്ല എഴുതേണ്ടത്. അതെനിക്കറിയാം. അല്ല, ഞാൻ അശ്വിൻ അത് എഴുതുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. അല്ല അല്ലല്ല, സംഭവം എന്റെ സെയിം തന്നെയാണ് ഞാൻ അശ്വിനും കൊടുക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഫേവറേറ്റ് ഫുഡ്. ഫുഡോ? ആ, ലാസ്റ്റ് ടൈം രണ്ടുപേരും ഒന്നിച്ച് കുറേ ചിരിച്ച മൊമെന്റ്. അത് ഡെയിലി ഉണ്ട്. ലാസ്റ്റ് ടുഡേ വേണമെങ്കിൽ ഇപ്പോ ഹാപ്പി ഫ്രെയിംസ് ഇന്റർവ്യൂ എന്നൊക്കെ എഴുതിക്കോ. ഹാപ്പി ഫ്രെയിംസ് ഇന്റർവ്യൂ എന്നൊക്കെ. അല്ല, ഇന്ന് അത് രണ്ടുപേർക്കും ഒരേ ഉത്തരവായിരിക്കും. നമ്മൾ ഇന്ന് എന്തൊക്കെയോ കോമഡി പറയുന്നുണ്ട്. ഓക്കെ, ഫേവറേറ്റ് പ്ലേസ് അറ്റ് ഹോം. ഫേവറേറ്റ് പ്ലേസ് അറ്റ് ഹോമോ? ആ, ദിയയുടെ വീട്ടില്, അശ്വിന്റെ വീട്ടില്. ഞാൻ ദിയയുടെ വീട്ടിൽ എഴുതേണ്ടത്. പക്ഷേ അശ്വിന് ഫേവറേറ്റ് പ്ലേസ് അശ്വിന്റെ വീട്ടിലേ ആയിരിക്കുമല്ലോ. അതായത് അശ്വിൻ, അത് ദിയക്ക് അറിയാലോ, അശ്വിന്റെ വീട്ടിൽ അശ്വിന്റെ ഫേവറേറ്റ് പ്ലേസ്. അശ്വിന്റെ വീട്ടിൽ അശ്വിന്റെ ഫേവറേറ്റ് പ്ലേസ് എന്താണെന്നും എന്റെ വീട്ടിൽ എന്റെ ഫേവറേറ്റ് പ്ലേസ് എന്താണെന്നും. ഓക്കെ, അശ്വിന്റെ എനിക്ക് അറിയാം, എല്ലാം അറിയാട്ടോ. ഇവര് മറ്റേ മെയ്ഡ് ഫോർ ഈച്ച് അതർ അങ്ങ് പൊളിക്കാൻ പോവാ. കറക്റ്റ്. ഹാപ്പി ഫ്രെയിം എന്നൊക്കെ പറഞ്ഞേ. ഓക്കെ, ഫ്രീ ടൈം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം. കുറെ ഉണ്ടാവും, പക്ഷെ സ്റ്റിൽ നിങ്ങൾ എപ്പോഴും ചിലപ്പോ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു ഫേവറേറ്റ് മെമ്മറി ടുഗെദർ. രണ്ടുപേരും ഒന്നിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ഹോബി. മോർ ക്രേസ് ഓൺ. എന്തിനാണോ ദിയക്ക് എന്തിനാണോ ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത്, അശ്വിൻ എന്തിനാണോ ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത്? ഇത് ഇനി എത്ര ഉണ്ട്? ഇത് തീരാറായി. വലുതായിട്ടാണ് എഴുതി വെച്ചേ? അല്ല, എനിക്ക് അറിയാം, ഹാൻഡ് റൈറ്റിംഗ് ആണ് എഴുതിയത്. ലാസ്റ്റ് കുഴപ്പമില്ല. നീ എന്താ നീറ്റ് ആയിട്ട് എഴുതുന്നത്? റെഡി? ഫേവറേറ്റ് കാർ. കാറോ? അശ്വിന്റെ ഫേവറേറ്റ് കാർ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ എഴുതാം. ഓക്കെ, ഇനി റിസൾട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പറയരുത് കേട്ടാ. ഷൂ സൈസ് മിണ്ടരുതേ. ആരുടെ? ഇനി എഴുതിയില്ലേ അശ്വിൻ? ഇപ്പൊ ദിയയുടെ അല്ലേ എഴുതിയില്ലേ? ദിയ ആൻസർ ചെയ്യട്ടെ, അപ്പൊ നമുക്ക് നോക്കാലോ കറക്റ്റ് ആണോന്ന്. ഷൂ സൈസ് ദിയ. എന്റെ സൈസ് ഞാൻ പറയണം. 6, 6.5 and 38. 7, 37.
അങ്ങനെയാണ് റാക്കറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ 37 അതും ഞാൻ 37 എൻ്റെ ഉണ്ട്. സംഭവം ഡിപ്പെൻസ് ഓൺ ദ ബ്രാൻഡ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഇവ എൻ്റെ 37 ആയിരിക്കും കണ്ടിട്ടുള്ളത്. മേ ബി 38 ആണ് ഞാൻ കൂടുതൽ ഇടുന്നത്. ലാസ്റ്റ് ടൈം ക്രൈഡ് ലാസ്റ്റ് ഫൈറ്റ് ഒരു മിനിറ്റ് അശ്വിന്റെ കൂടെ പറ. അശ്വിന്റെ ഏതായത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഫൈറ്റ് എന്റെ ഷൂ സൈസ് അല്ലേ 42 43. യു ടേക്ക് 10 നൗ 9.5. 42 തനിക്ക് കേറത്തില്ല. ഞാൻ 42 കണ്ടിട്ടുണ്ട്. ഞാനാണ് മേടിക്കണത് എപ്പോഴും. എനിക്കറിയാലോ 43 ആണെന്ന്. അശ്വിൻ ഞാൻ ശ്രദ്ധിക്കാറില്ല ഉള്ളത് പറയാൻ. അങ്ങനെ ഷൂസ് 43 ആണ്. ലോഫർ എടുക്കണമെങ്കിൽ 42. അതെനിക്കറിയാം. ഷൂസ് 43 അവന് കേറും. ഓക്കെ ലാസ്റ്റ് ടൈം ക്രൈഡ് ദിയ ലാസ്റ്റ് മന്ത് ലാസ്റ്റ് മന്തോ എപ്പോഴാണെന്നുള്ള ഇതാണ് ഡേറ്റോ അല്ല ഡേറ്റ് അല്ലേ ഞാൻ എഴുതിയത് നമ്മൾ തമ്മിൽ ലാസ്റ്റ് ഫൈറ്റ് ഉണ്ടായില്ലേ ആ ഫൈറ്റില് അശ്വിൻ കരഞ്ഞായിരുന്നു. ഓക്കെ അത് കറക്റ്റ് ആണ്. ദിയ അത് തന്നെ ആ സെയിം ദിവസം രണ്ടുപേരും കരഞ്ഞ രണ്ടുപേരും ഒന്ന് കരഞ്ഞു. ഓക്കെ ഫേവറേറ്റ് കളർ എന്റെയോ ദിയയുടെയോ പിങ്ക് ആണോ? ബ്ലൂ ബ്ലാക്ക്. എന്റെ പിങ്ക് ആണ്. യെസ്. ഓക്കെ സെലിബ്രിറ്റി ക്രഷ് ദിയയുടെ എന്റെ സെലിബ്രിറ്റി ക്രഷ് എനിക്ക് ഷാറുഖ് ഖാൻ സെലിബ്രിറ്റി ക്രഷ് ആണ്. ധനുഷ് വിജയ് അവരൊക്കെ എനിക്ക് സെലിബ്രിറ്റി ക്രഷ്. എല്ലാവരും ഉണ്ടോ? ഞാൻ സിദ്ധാർത്ഥിനെയാണ് എഴുതിയത്. ആ സിദ്ധാർത്ഥും ഉണ്ട്. ഞാൻ ഇന്നലെ തന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥ് ധനുഷ് വിജയ് രജനികാന്ത് ഷാറുഖ് ഖാൻ. എനിക്ക് ഭയങ്കര അധികം ക്രഷ് ഉണ്ടായിരുന്നു. എന്റെ എളുപ്പമാണ്. ഞാൻ എഴുതി തൃഷ ഞാൻ സ്ലാഷ് ഇട്ട് രജനീകാന്ത് എന്നും എഴുതി. രജനീകാന്തിനെ കണ്ടു കഴിഞ്ഞാൽ കാല് പോയി കിടക്കും. അത്ര ഇഷ്ടമാണ്. തൃശയെ രജനീകാന്ത് ഇരുന്നത് ആരെ വേണ്ടി രജനീകാന്ത് സാറിന്റെ ഒരു ഡയലോഗ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൂടെ? അത്ര വലിയ ഫാൻ അല്ലേ? അത്ര ഇഷ്ടമാണ്. പറയട്ടെ தமிழ் படங்கள்ல இங்க மறு வச்சுக்கிட்டு மீசையை முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு ஏய் கபாலி அப்படி சொன்ன உடனே சொல்லுங்க ஜம்மா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலி நினைச்சேடா കബാലിടാ. എനിക്ക് വയ്യ. ഓക്കേ നെക്സ്റ്റ് ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്. ഞാൻ ദിയയുടെ പറയാം. അല്ല ദിയല്ലേ പറയണ്ടേ? ദിയ പറഞ്ഞു. എന്റെ ഞാൻ പറയാം. എനിക്ക് ജീൻസും ലൂസ് ഫിറ്റ് ടോപ്പും. ജീൻസ് ആൻഡ് ടോപ്പാണ് എഴുതിയിരിക്കുന്നത്. ഓക്കേ അശ്വിന്റെ ഞാൻ എഴുതിയിരിക്കുന്നത് ഞാനാണ് പറയണ്ടത്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ വേറെ എന്താ? ടീഷർട്ടും ഷോർട്സും. ഞാൻ ടീഷർട്ട് ഷോർട്സ് എഴുതിയിട്ട് ടീഷർട്ടിനെ റബ്ബ് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് ഇവനെ ഞാൻ ഷോർട്സ് ഇട്ട് മാത്രമേ കാണാറുള്ളൂ. വീട്ടിൽ ആള് വരുമ്പോൾ ഞാൻ പറയട്ടെ ഒരു ടീഷർട്ട് എടുത്തിട്ട് ഇവന് നിക്കർ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കാനാണ് ഏറ്റവും അതെ. ഞാൻ ടീഷർട്ട് ഷോർട്സ് എന്നാണ് എഴുതിയത്. ടീഷർട്ട് ഞാൻ റബ്ബ് ഓഫ് ചെയ്ത് കളഞ്ഞു. ബിക്കോസ് ഷോർട്സ് മാത്രമായിട്ടാണ് ഇരിക്കാറുള്ളത്. കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് ഉള്ളൂ. ഫേവറേറ്റ് ജോണർ മൂവി ദിയയുടെ ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഹൊറർ റോംകോം. ഹൊറർ ആണ് ഏറ്റവും താല്പര്യം ഇൻട്രസ്റ്റ്. അതാണ് എഴുതിയിരിക്കുന്നത് ഹൊറർ. എവിടെ എഴുതിയേക്കണേ? ഓക്കേ എൻ്റെ ഞാൻ പറയാം. എന്റേത് റോംകോം ആണ്. റോംകോം / ആക്ഷൻ രണ്ടുപേരും. ഇവൻ ആക്ഷൻ പടം ഇഷ്ടം. എനിക്ക് ഇഷ്ടമല്ല. നൈസ്. ഡ്രീം പ്ലേസ്. അശ്വിന്റെ ഡ്രീം പ്ലേസ് ആണോ ഞാൻ പറഞ്ഞത്? എന്റെ എനിക്ക് സത്യം ഞാൻ ഡ്രീം പ്ലേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എനിക്ക് ഡിസ്നി ലാൻഡിൽ പോകണം എന്നുണ്ട്. ലാസ് വേഗസിൽ പോകണം എന്നുണ്ട്. എന്താടോ? ഞാൻ ഹോങ്കോങ് ആണ് എഴുതിയത്. ഡിസ്നിലാൻഡ് അവിടുത്തെ ഡിസ്നിലാൻഡാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോങ്കോങ്. അപ്പൊ മേ ബി അത് കറക്റ്റാ. അങ്ങനെ നോക്കിയാൽ കറക്റ്റാ. ഡിസ്നിലാൻഡ് ഹോങ്കോങ്ങിലാണ് നമ്മളിപ്പോ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അശ്വിന്റെ ലാസ് വേഗസ് ആണ് അല്ലേ? ഞാൻ ലാസ് വേഗസ് അമേരിക്ക കാണണം. അത്രേ ഉള്ളൂ. എന്തൊക്കെ പറയാൻ ശരി. എനിക്കൊന്ന് അവിടെ USA എത്തിയാൽ മതി. ലാസ് വേഗസ് ഞാൻ എഴുതി. ഓക്കെ നൈസ്. ഫേവറേറ്റ് ഫുഡ് ദിയയുടെ? ഫുഡായിരുന്നു. ഞാൻ യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ പടം കാണുന്നത്. ഞാനും അത് തന്നെയാണ്. യൂട്യൂബ്. ഓക്കെ ഫേവറേറ്റ് ഫുഡ്? എന്റെ ഫേവറേറ്റ് ഫുഡാണോ? എനിക്ക് ചോറും കറിയും മീൻ കറി. അതെനിക്കറിയാം. ഞാൻ ചോറും കണവയെന്നാണ് എഴുതിയത്. കണവയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫിഷ്. കണവ മസാല. ഇവിടെ നമുക്ക് ഇവിടെ താവട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു കടയുണ്ട്, ജർമ്മൻ ബേക്കറി. അവിടെ ഒരു പ്രോൺസ് സ്ക്വിഡ് മസാല കിട്ടും. സൂപ്പർ സാധനമാണ്. അശ്വിനെ ഞാൻ എഴുതിയിരിക്കുന്നത് അവൻ സീ ഫുഡ് കഴിക്കില്ല. ചിക്കൻ മാത്രമാണ്. ചിക്കൻ. എനിക്ക് സീ ഫുഡാണ് ഫേവറേറ്റ്. ഓക്കെ ഇനി അശ്വിന്റെ ഫേവറേറ്റ് ഫുഡ്? ചോറ് സാമ്പാർ. അതുപോലെ റൈസ് സാമ്പാർ ബ്രാക്കറ്റിൽ മീൽസ്. നൈസ്. ഓക്കെ ലാസ്റ്റ് ടൈം കുറെ ചിരിച്ചത്? ഇന്ന് രണ്ടുപേരും ഇന്ന് ടുഡേ നോക്കട്ടെ. ഞാൻ ടുഡേ ആയിരിക്കും. ഓക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫേവറേറ്റ് പ്ലേസ് അറ്റ് ഹോം? എനിക്കോ? എനിക്ക് TV കാണുന്ന സ്ഥലമാണ് ഏറ്റവും ഇഷ്ടം. സോഫ ഹാൾ.
സോഫ ഹോൾ. ഞാൻ അവിടെ നിന്നാണ് എപ്പോഴും ടി വി. അശ്വിനെ ഞാൻ എഴുതിയിരുന്ന റൂം വിത്ത് ഫോൺ എന്നാണ്. അത് തന്നെ എന്റെ റൂം. എന്ത് ഇവൻ ടി വി ഇവന്റെ വീട്ടിൽ പോയിരുന്ന് ഇവൻ ടി വി കാണാറില്ല. ഞാൻ റൂം വിത്ത് ഫോൺ എന്നേ എഴുതിയിട്ടുള്ളൂ. ഇവൻ റൂമിനകത്ത് ഫോണും വെച്ച് ഇങ്ങനെ ഇരിക്കും. റൂമിനകത്ത് ഇറങ്ങാറേ ഇല്ല. കംഫർട്ട് പ്ലേസ് അവിടെയാണ്. ഓക്കെ. ഫ്രീ ടൈം ചെയ്യാൻ ഇഷ്ടമുള്ളത് എനിക്കോ? എനിക്ക് സിനിമ കാണാനാണ് ഏറ്റവും ഇഷ്ടം. മൂവി. രണ്ടൊരു മൂവി. അശ്വിന് ഞാൻ വാച്ചിങ് മൂവീസ്, വാച്ചിങ് സ്പോർട്സ്, വാച്ചിങ് ബിഗ് ബോസ് നോക്കിയിട്ടുണ്ട്. ഇത് മൂന്നും ഒന്നാണ്. ബിഗ് ബോസ് തമിഴ്, അത് തമിഴ്, മലയാളം ബിഗ് ബോസ് അല്ല, തമിഴ് ബിഗ് ബോസ് കാണുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് പറയും വേറെ ഒരു പണി ആവാൻ പറ്റേ മിണ്ടായി ഇപ്പൊ എന്തൊരു അടി നടക്കാൻ പോവുകയാണ് ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കും. ബിഗ് ബോസിന് വിളിച്ചാ പോവോ അശ്വിൻ? ഇല്ല അത് ഇഷ്ടമല്ല അവന്. കണ്ടുപിടിക്കാനാണ് ഇഷ്ടം. ചുമ്മാ അടിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണം. ഒരു അടി കാണുമ്പോൾ ഒരു സുഖം. അല്ല അതാണ്. ഫേവറേറ്റ് മെമ്മറി ടുഗദർ എന്താ എഴുതിയത്? ഞാൻ ദുബായ് തന്നെയാണ്. നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മെമ്മറി അവിടെയായിരുന്നു. ഓക്കെ. ഹോബീസ്? വാച്ചിങ് മൂവീസ്. ഐ റോഡ് വാച്ചിങ് മൂവീസ്. നിങ്ങൾ എല്ലാ പടവും കാണാൻ പോവോ? ഫസ്റ്റ് ഇറങ്ങി എല്ലാ ഹിറ്റ് പടവും കാണാൻ പോകും. നമ്മൾ ഇന്നലെയും പടം കാണാൻ പോയി, അഡിയോസ് അമീഗോസ്. ഓക്കെ. മോർ ക്രേസ് ഓൺ ഷോപ്പിംഗ് വിത്ത് മീ, വാച്ചിങ് മൂവീസ്. രണ്ടും എഴുതിയിട്ടുണ്ട്. ഓക്കെ. എന്റെ കൂടെ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആണല്ലേ? തിരിച്ചെടുത്ത് വെക്കാൻ പറയാനായിരിക്കും കൂടെ. ഞാൻ മറ്റേ എന്റെ കവർ മൊത്തം പിടിപ്പിക്കും. പ്ലസ് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇത് കൊള്ളാവോ എനിക്ക് ചോദിക്കാൻ പറ്റും. പ്ലസ് ഇയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ. ഓക്കെ. ഫേവറേറ്റ് കാർ? ദിയയുടെ എൻഡേവർ. ഞാൻ അശ്വിന്റെ കൊടുത്തേക്കുന്ന ഇന്നോവ മൈ കാർ എന്ന് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു. ദിയയുടെ കറക്റ്റ് ആണ്. എന്റെ എൻഡേവർ. യെസ്, എന്റെ ഡ്രീം കാറാണ് എൻഡേവർ. പക്ഷെ എൻഡേവർ ഇപ്പൊ ഫസ്റ്റ് കിട്ടത്തില്ല, മേടിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഒരാൾ യൂസ് ചെയ്ത സാധനം ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നോവ ക്രിസ്റ്റ. ഇപ്പൊ അച്ഛന്റെ പഴയ കാറാണ് യൂസ് ചെയ്യുന്നത്. എൻഡേവർ മേടിക്കാൻ പറ്റില്ല. ഇവന് എന്റെ ഇന്നോവ കാറിൽ ഞാൻ ഓട്ടിക്കുമ്പോ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ആ ഇന്നോവ കാറിലല്ലേ? അതെ, ആ ഇന്നോവ കാർ തന്നെ. അതിലാണ് ഞാൻ ഇപ്പൊ വന്നിറങ്ങിയത് ഇവിടെ തന്നെ. ആ ഇന്നോവ കാറിലാണ് വന്നത്. എനിക്ക് അത് തന്നെ ഇഷ്ടം. അതെ, എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. ഓക്കെ. സത്യം പറഞ്ഞാൽ രണ്ടിനും ഈക്വൽ സ്കോറല്ലേ തരാൻ പറ്റുള്ളൂ. ഈക്വല് തരാൻ പറ്റും. കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. കുട്ടി വ്യത്യാസം. അതെ. യെസ്. We both like so much of the time we're together that എല്ലാം അറിയാം. ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല, എല്ലാം അറിയാം. ഇപ്പൊ ഒരു സമാധാനം ഇല്ലേ? ഓ, ഒരു സമാധാനം. ഇനി വാഴയ്ക്കപ്പം ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഞാൻ അത്ര പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഫ്ലോയിലെ ഒരുപാട് നമുക്കത് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ ഭയങ്കര അടിച്ചു പൊളിച്ചു. വളരെ കാം ആൻഡ് വെരി ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ. ഐ ഓൾസോ എൻജോയ്. താങ്ക് യു. നല്ലതായിരുന്നു. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. എനിക്ക് തോന്നുന്നു ദിയ ഇപ്പൊ ഏൺ ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ദിയയുടെ ആഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ്. എന്റെ കൂടെ നടക്കുക, എന്നോട് സംസാരിക്കുക, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്റെ കൂടെ കിച്ചണിൽ ഇരിക്കുക, ഞാൻ കരയുമ്പോ ഒന്ന് സമാധാനിപ്പിക്കുക. അത്രേ ഉള്ളൂ. അതെ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ. എന്റെ കൊച്ചിന്റെ പാമ്പർ മാറ്റി കൊടുക്കുക, ഇത്രയൊക്കെ എനിക്കുള്ളൂ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊച്ചിനെ പ്രസവിച്ചിട്ട് തരാം, അതിന്റെ എല്ലാ പരിപാടിയും നോക്കി. ഞാൻ കൊച്ചിനെ കളിപ്പിക്കാനും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനും മാത്രമേ ഞാൻ ഉള്ളൂ. 3 4 ഞാനൊരു വിളി വിളിക്കുന്നു. എനിക്ക് തന്നെ നിന്റെ അമ്മേനെ എന്റെ അമ്മേനെ വീട്ടിൽ വിളിക്കാം. അവർ രണ്ടും കൂടെ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ. കൊച്ചിനെ ഒരുക്കി പൗഡർ ഇട്ട് റെഡിയാക്കുമ്പോ നമുക്ക് രണ്ടും കൂടെ നോക്കാം. 4 ഞാൻ ഷോർട്സ് കട്ട് ചെയ്ത് ഇറക്കും. കട്ട് ചെയ്ത് ഇറക്കിയ 4ാമത്തെ കൊച്ചു വരുമ്പോ. ഓക്കെ. അശ്വിനും അതുപോലെ തന്നെയാണ്. ലൈക്ക് ഹീസ് എ നൈസ് ഗൈ. രണ്ടുപേരും ഭയങ്കര പെർഫെക്റ്റ് മാച്ച് ആണ്. ഇതുപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ എന്ന് മാത്രമേ എനിക്ക് ദൈവത്തിനോട് പറയാനുള്ളൂ. പ്ലീസ് എന്റെ ഈ സന്തോഷങ്ങളൊന്നും എവിടെയും കൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ. എനിക്ക് ഇത് തന്നെ, എനിക്ക് ഇത്രയും സന്തോഷം ഇപ്പൊ കിട്ടുന്നത്, ഇതിനേക്കാളൊന്നും വേണ്ട. ഇതെനിക്ക് ലൈഫ് ലോങ് മരിക്കുന്നവര് വേണം. അത്രേ ഉള്ളൂ. That's not too much to ask, no. അത്രയല്ലേ, കുറച്ച് സ്നേഹവും ലോയൽറ്റി എനിക്ക് മരിക്കുന്നവരെ ഇവന്റെ കിട്ടിക്കൊണ്ടേയിരിക്കണം. അത്രേ എനിക്കുള്ളൂ. വേറെ ഒന്നും എനിക്ക് വേണ്ടി ചെയ്തു തരണ്ട. കൊച്ചിനെ ഒന്ന് ബിസിനസ് ക്ലാസ്സിൽ എമിറേറ്റ്സിലൊന്ന് കൊണ്ടുപോകണം. അത് ഞാൻ കൊണ്ടുപോകാം, പേടിക്കണ്ട. കൊണ്ടുപോകണം. ഞാൻ ഫോട്ടോ എടുത്ത് പറഞ്ഞു കഴിച്ചു. ഞാൻ ഇവന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഓക്കെ. ഇനി എന്റെ സന്തോഷത്തിന് ഒരു കുഞ്ഞി സംഭവം. യെസ്. അപ്പോ എന്റെ സന്തോഷത്തിന് ഒരു കുഞ്ഞു ഗിഫ്റ്റ്. ശരിക്കും ഇത് ഞാൻ ഇന്ന് എന്റെ ഫോട്ടോ ഇന്നലെ അയച്ചു കൊടുത്ത് കളർ അത് തന്നെ വേണമെന്ന് പറഞ്ഞു ചെയ്യിപ്പിച്ചവരുണ്ട്. വെരി റെയർ ടു സീ എ പർപ്പിൾ കളർ കേക്ക്. കറക്റ്റ് അത് കറക്റ്റ് കളർ. അതൊന്ന് ഇവിടെ കറക്റ്റ് ഈ ചില്ലും കൂടി കൊണ്ടുപോയി അതിന്റെ മേളിൽ വെച്ചിരുന്ന സാധനം ബ്ലാക്ക്. മാച്ചിങ് ഭയങ്കര മാച്ചിങ്. കറക്റ്റ്. അപ്പോ
ലൈഫ് ലോങ് രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ, സമാധാനവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. മൂന്ന് കുട്ടികൾ 4 കൂടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എന്തോ ആയിക്കോട്ടെ, എല്ലാം ഹാപ്പി എൻജിങ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. കഴിക്കണം പറഞ്ഞു ക്രീം ഒന്ന് കഴിക്കാൻ കൊതിയായിട്ട് സൈഡിൽ ഇരിക്കുന്നത്. ഹാപ്പി മാരീഡ് ലൈഫ് ദിയ ആൻഡ് അശ്വിൻ. താങ്ക് യു സോ മച്ച്. അയ്യോ വീഴല്ലേ, മുറിക്കാം നമുക്ക് സേഫ് ആയിട്ട്. മുറിക്കണം ബാബാ. താങ്ക് യു. പിടിച്ചോ. മുറിച്ചോ. നമ്മുടെ കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ കല്യാണം കഴിഞ്ഞു. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞു. അതെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നൈസ്. അടിപൊളി. ഞാൻ കൂടെ തരാം 2 പേർക്കും. ഇഷ്ടപ്പെട്ടല്ലേ? നല്ല ഇഷ്ടപ്പെട്ടു. ക്രീമായി പോയി. എനിക്ക് ക്രീം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ് ഗായ്സ്. താങ്ക് യു. Yes.